الحمد لله العزيز الحكيم الكريم المعبود، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن أحسن الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل بدعة في النار. أيها الناس، أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا لا تتخذوا بطانة من دونكم لا يألونكم خبالا ودوا ما عنتم قد بدت البغضاء من أفواههم وما تخفي صدورهم أكبر. قد بينا لكم الآيات إن كنتم تعقلون. ها أنتم أولئك تحبونهم ولا يحبونكم، وتؤمنون بالكتاب كله، وإذا لقوكم قالوا آمنا وإذا خلوا عضوا عليكم الأنامل من الغيظ. قل موتوا بغيظكم إن الله عليم بذات الصدور. إن تمسسكم حسنة تسوهم، وإن تصبكم سيئة يفرحوا بها، وإن تصبروا وتتقوا لا يضركم كيدهم شيئا إن الله بما يعملون محيط. صدق الله العلي العظيم. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ച് സത്യവിശ്വാസികൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്ത സ്വർഗം നേടിയെടുക്കാൻ അതീവ ശ്രദ്ധയോടെ പരിശ്രമിക്കണമെന്ന് ആദ്യമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഫലസ്തീനിലെ ഗാസയിൽ തുടരുന്ന ഭീകരമായ വംശഹത്യയുടെ പശ്ചാത്തലത്തിൽ വിശുദ്ധ ഖുർആൻ ഇസ്ലാമിക സമൂഹത്തിനെ ഉണർത്തിയ ചില കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ഖുതുബയിൽ ഇവിടെ വിശദീകരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമൂഹത്തെ ചരിത്രത്തിലെ നിർണായകമായ ചില ചുമതലകൾ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നും ആ ചുമതലകൾ നിർവഹിക്കുന്നതിൽ നിന്ന് ഒളിച്ചോടുന്നതിന് പകരം ധീരതയോടെ
അവ നിർവഹിക്കുക എന്നതാണ് നമ്മിൽ അർപ്പിതമായ കർത്തവ്യമെന്നും കഴിഞ്ഞ ഖുതുബയിൽ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഉണർത്തിയ പല കാര്യങ്ങളും ഒരു സമുദായമെന്ന അർത്ഥത്തിൽ നമ്മുടെ ഭൗതികമായ നിലനിൽപ്പിന് വേണ്ടി ഈ ഐഹിക ജീവിതത്തിൽ നമ്മുടെ ഭൗതികാർത്ഥത്തിലുള്ള കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി നാം വിസ്മരിക്കുകയാണ് എങ്കിൽ, അവയോട് വിട്ടുവീഴ്ച ചെയ്യുകയാണ് എങ്കിൽ ഇസ്ലാമിക സമൂഹത്തിന് ചരിത്രത്തിൽ അവരുടെ ബാധ്യതകൾ നിർവഹിക്കാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല, ചരിത്രത്തിൽ പല സ്വഭാവത്തിലുള്ള പ്രയാസങ്ങളും അവർ അഭിമുഖീകരിക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹം കർമ്മരംഗത്തിറങ്ങിയ ഒരു പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ച പല ആയത്തുകളും പല വചനങ്ങളും സമകാലിക പശ്ചാത്തലത്തിൽ നമ്മുടെ വർത്തമാനകാലവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് വായിക്കാൻ മുസ്ലിം സമൂഹം സന്മനസ് കാണിക്കേണ്ടതുണ്ട്. അങ്ങനെ വായിക്കുക മാത്രമല്ല, പ്രസ്തുത വായനയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ നിലപാടുകൾ നാം രൂപീകരിക്കേണ്ടതുണ്ട്. നിലപാടുകളില്ലാത്ത ഒരു സമുദായം എന്നതായിരുന്നില്ല മുസ്ലിം സമൂഹത്തിന്റെ പ്രത്യേകത. ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളിൽ, പ്രശ്നങ്ങളിൽ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടായിരുന്നു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഇസ്ലാമിക സമൂഹത്തെ മദീന കേന്ദ്രീകരിച്ചുകൊണ്ട് വളർത്തിയെടുത്തത്. മക്കയുടെ പരിസരങ്ങളിൽ റോമിലും പേർഷ്യയും തമ്മിൽ യുദ്ധമുണ്ടായ സാഹചര്യത്തിൽ വരെ പ്രസ്തുത യുദ്ധത്തെ നിരൂപണം ചെയ്തുകൊണ്ടും അതിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ സൂചിപ്പിച്ചുകൊണ്ടും വിശുദ്ധ ഖുർആൻ അവതീർണമായി എന്നും പ്രവാചകൻ ഒരു നിലപാട് സ്വീകരിച്ചു എന്നും ആ നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ അവതീർണമായി എന്നും ഖുർആൻ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം സമൂഹത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് ജീവിച്ചപ്പോൾ ആ സമുദായത്തെ ഒരു പ്രത്യേക ദിശയിലേക്ക്, ഒരു പ്രത്യേക ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടുചെന്നെത്തിക്കാൻ വേണ്ടി അതിന് പ്രതിബന്ധമായി തീരുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അന്ന് തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ നമ്മുടെ സമകാലിക പശ്ചാത്തലത്തിൽ പ്രസക്തമാണോ എന്നൊരന്വേഷണം ഇവിടെ ആവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അദ്ദേഹത്തെ പിൻപറ്റുന്ന ജനസമൂഹത്തോടും നൽകിയ ചില ഉപദേശങ്ങൾ, ആ ഉപദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ മുസ്ലിം സമൂഹം ഇന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനങ്ങളെ നാം വിലയിരുത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറയുകയാണ്, പ്രവാചകനെ പിന്തുണക്കുന്നവരോട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദൂ ബിതാനതൻ മിൻ ദൂനിക്കും, നിങ്ങൾ വിശ്വാസികളല്ലാത്ത ഒരാളെയും നിങ്ങളുടെ ഉള്ളുകള്ളികൾ അറിയുന്ന, നിങ്ങളുടെ രഹസ്യങ്ങൾ അറിയുന്ന മിത്രങ്ങളായി സ്വീകരിക്കാൻ പാടില്ല. വിശ്വാസികളല്ലാത്തവരെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളുകള്ളികൾ അറിയുന്ന ആത്മമിത്രങ്ങളായി സ്വീകരിക്കരുത് എന്ന് പ്രവാചകനോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ, മദീനയിൽ വെച്ച് വിശുദ്ധ ഖുർആൻ ഈ പ്രഖ്യാപനം നടത്തിയപ്പോൾ, മദീനയിലെ അൻസാരികൾ എന്ന പേരറിയപ്പെട്ട ഇസ്ലാമിനെ സ്വീകരിക്കുകയും പ്രവാചകനെ ഏറ്റുവാങ്ങുകയും ചെയ്ത ജനവിഭാഗങ്ങൾക്ക് പ്രവാചകൻ മദീനയിൽ വരുന്നതിന് മുമ്പ് തന്നെ സുഹൃത്തുക്കളായി, ആത്മമിത്രങ്ങളായി ഒരുപാട് ജനവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു.
അവരിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 ജനവിഭാഗങ്ങളായിരുന്നു ഔസ് ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട ജൂതന്മാർ. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ആ ഗോത്രക്കാർ ഇസ്ലാമിനോട് ശാസ്ത്രവ മനോഭാവം വെച്ച് പുലർത്തുകയും ഇസ്ലാമിനെ കിട്ടാവുന്ന അവസരങ്ങളിലൊക്കെ നശിപ്പിക്കണമെന്ന് അഭിലഷിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് വിശുദ്ധ ഖുർആൻ പ്രവാചകനോടും വിശ്വാസികളോടും പറയുന്നത്, ലാ തത്തഖിദു, നിങ്ങൾ ഒരിക്കലും തന്നെ സ്വീകരിക്കാൻ പാടില്ല, ലാ തത്തഖിദു ബിതാനതം മിൻ ദൂനിക്കും, നിങ്ങളിൽപ്പെട്ടവരല്ലാത്തവരെ നിങ്ങൾ ആത്മമിത്രങ്ങളായി സ്വീകരിക്കരുത്. കാരണം ലാ യഅലൂനകും ഖബാലാൻ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ദൗർബല്യങ്ങൾ ചൂഷണം ചെയ്യാൻ ലഭിക്കുന്ന ഒരവസരവും അവർ പാഴാക്കുകയില്ല. നിങ്ങളുടെ ദൗർബല്യങ്ങൾ ചൂഷണം ചെയ്യാൻ ലഭിക്കുന്ന ഒരവസരവും അവർ പാഴാക്കുകയില്ല. വദ്ദൂ മാ അനിത്തും, നിങ്ങൾക്ക് ഹാനികരമായതെന്തും അവർ ആഗ്രഹിക്കുന്നു, അവർ ഇഷ്ടപ്പെടുന്നു. ഖദ് ബദത്തിൽ ബഗ്ലാഉ മിൻ അഫ്വാഹിഹിം, നിങ്ങളോടുള്ള ശാസ്ത്രവ മനോഭാവം അവർ അവരുടെ നാവുകളിലൂടെ പലകുറി പ്രകടിപ്പിച്ചിട്ടുണ്ട്. വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ, എന്നാൽ നാവുകളിലൂടെ നിങ്ങളോടുള്ള വിദ്വേഷം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും പ്രകടിപ്പിക്കാതെ അവർ അവരുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന, ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെക്കുന്ന വിചാരങ്ങൾ, നിങ്ങളോടുള്ള ശത്രുത അത് ഇതിനേക്കാൾ വലുതാണ്, പ്രകടിപ്പിച്ചതിനേക്കാൾ ഭീകരമാണ്. ഖദ് ബയ്യനാ ലക്കുമുൽ ആയാത്ത്, നിങ്ങൾക്ക് നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ചു തരുന്നു. ഇൻ കുന്തും തഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരാണ് എങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. ഹാ അൻതും ഊലാഇ തുഹിബ്ബൂനഹും, നിങ്ങൾ ഈ കൂട്ടരെയാണോ ഇഷ്ടപ്പെടുന്നത്? നിങ്ങൾ ഈ കൂട്ടരെയാണോ, അവരെ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണോ? വലാ യുഹിബ്ബൂനകും, അവരാകട്ടെ നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല. വതുഅ്മിനൂന ബിൽ കിതാബി കുല്ലിഹി, നിങ്ങൾ എല്ലാ വേദഗ്രന്ഥത്തിലും വിശ്വസിക്കുന്നു, തൗറാത്തിൽ വിശ്വസിക്കുന്നു, ഇഞ്ചീലിൽ വിശ്വസിക്കുന്നു. അവരാകട്ടെ ഒന്നിലും വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, വഇദാ ലഖൂകും ഖാലു ആമന്ന, നിങ്ങളെ കണ്ടുമുട്ടിയാൽ അവർ പറയും ഞങ്ങൾ തൗറാത്തിലും ഇഞ്ചീലിലും മാത്രമല്ല ഖുർആനിലും വിശ്വസിക്കുന്നവരാണ് എന്നവർ പറയും. വഇദാ ഖലൗ അല്ലു അലൈക്കുമുൽ അനാമില മിനൽ ഗൈസ്, എന്നാൽ അവർ നിങ്ങളിൽ നിന്ന് മാറി ഒറ്റക്കായാൽ നിങ്ങളോടുള്ള വിദ്വേഷം കാരണം അവർ അവരുടെ കൈവിരൽ കടിക്കും. അന്നത്തെ ഒരു പ്രയോഗമാണ്, ദേഷ്യം കാരണം ദേഷ്യം കടിച്ചിറക്കും. നിങ്ങളോടുള്ള ദേഷ്യം അവർ കടിച്ചിറക്കുന്നവരായിരിക്കുമെന്ന് വേണമെങ്കിൽ ഈ കാലത്ത് അതിന് തർജുമ കൊടുക്കാം. അല്ലാഹു പറയുകയാണ്, ഖുൽ, അവരോട് പറയുക, മൂതു ബിഗൈരിക്കും, നിങ്ങൾ നിങ്ങളുടെ ദേഷ്യത്തിൽ നീറി മരിച്ചുകൊള്ളുക. ഇന്നല്ലാഹു അലീമുൻ ബിദാത്തി സുദൂർ, വേഷപ്രച്ഛന്നരായ മുസ്ലിങ്ങളുടെ ഭാഗം അഭിനയിച്ചുകൊണ്ട് നിങ്ങൾ വരേണ്ട. നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്താണ് ഉള്ളത് എന്ന് അല്ലാഹുവിന് നന്നായി അറിയാം. ഇൻ തംസസ്കും ഹസനത്തും തസൂഹും, നിങ്ങൾക്ക് വല്ല നന്മയും ഭവിച്ചാൽ അവർക്ക് വല്ലാത്ത വിഷമമായിരിക്കും. നിങ്ങൾക്ക് വല്ല നന്മയും ഉണ്ടായാൽ അവർക്ക് പ്രയാസമായിരിക്കും. വഇൻ തുസിബുക്കും സയ്യിഅതു യഫ്റഹൂ ബിഹാ, നിങ്ങൾക്ക് വല്ല പോറലുമേറ്റാൽ, ഉപദ്രവവുമേറ്റാൽ, യഫ്റഹൂ ബിഹാ, അവർ അതിയായി സന്തോഷിക്കും. വഇൻ തസ്ബിറൂ വതത്തഖൂ ലാ യദുർറുക്കും കൈദുഹും, അതുകൊണ്ട് വിശ്വാസികളെ, നിങ്ങൾ വിശ്വാസ തഖ്വയോടുകൂടി മുത്തഖീങ്ങളായി തഖ്വയുള്ളവരാവുകയും സഹനം അവലംബിക്കുകയുമാണ് എങ്കിൽ ലാ യദുർറുക്കും കൈദുഹും, അവരുടെ അവരുടെ കുതന്ത്രങ്ങൾ നിങ്ങളെ ഒരിക്കലും തന്നെ ഉപദ്രവിക്കുകയില്ല. ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി അറിയുന്നവനാണ്. പ്രവാചകൻ അവതീർണമായ ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിലാണ് സമകാലിക ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളെയും സയനിസ്റ്റ് വംശഹത്യയെയും ആ വംശഹത്യയെ പിന്തുണക്കുന്ന
അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ നിലപാടുകളെയും ആ നിലപാടുകൾക്ക് അനുകൂലമായ സമീപനം സ്വീകരിക്കുന്ന യൂറോപ്പിലെയും അതുപോലെ ലോകത്തിലെയും ഒട്ടനവധി രാജ്യങ്ങളെയും നാം വിലയിരുത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങൾ ജൂതമതസ്ഥരോട് ക്രൈസ്തവ മതസ്ഥരോട് ശാസ്ത്രവ മനോഭാവം വെച്ച് പുലർത്തണമെന്ന ഒരു സമീപനം ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ തന്നെ ഈ ആയത്തിന് തൊട്ടു മുമ്പായി ജൂതന്മാരെ കുറിച്ച് പറയുമ്പോൾ ലൈസു സവാഅം മിൻ അഹ്ലിൽ കിതാബി, അഹ്ലുൽ കിതാബ് വേദക്കാർ എല്ലാവരും ഒരുപോലെയല്ല എന്നും അവരുടെ കൂട്ടത്തിൽ ഉമ്മത്തും ഖായിമത്തും യത്ലൂന ആയാത്തില്ലാഹി ആനാഅൽ ലൈലി വഹും യസ്ജുദൂൻ, അവരുടെ കൂട്ടത്തിൽ നല്ല നീതിപൂർവമായ സമീപനം സ്വീകരിക്കുന്ന ആളുകളുണ്ട് എന്നും അവരോട് നിങ്ങൾ ശാസ്ത്രവ മനോഭാവം വെച്ച് പുലർത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രത്യേക വിഭാഗത്തോട്, ഒരു പ്രത്യേക ജനസമൂഹത്തോട് പക്ഷപാതപരമായ വർഗീയമായ സമീപനം സ്വീകരിക്കണമെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നില്ല. എന്നാൽ ഇസ്ലാമിന്റെ ഉണർവിനെയും ഇസ്ലാം എന്ന് പറയുന്ന മഹത്തായ ഒരു ദർശനത്തെയും നശിപ്പിക്കണമെന്നും അതിന്റെ വളർച്ചയെ ഇല്ലാതാക്കണമെന്നും ആഗ്രഹിക്കുന്നവരോട് നിങ്ങൾ അവരെ ആത്മമിത്രങ്ങളായി സ്വീകരിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇസ്ലാമിക ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ, മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഒരിക്കലും തന്നെ ഒരു പ്രത്യേക മനോഭാവത്തോടുള്ള ശാസ്ത്രവ മനോഭാവം മുസ്ലിങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. ജൂതന്മാരെ പോലും മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ചരിത്രപ്രസിദ്ധമായ യുദ്ധത്തിൽ ഫലസ്തീൻ എന്ന് പറയുന്ന ഭൂപ്രദേശം മുസ്ലിങ്ങളുടെ കൈവശം വന്നപ്പോൾ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ഒരുപോലെ ജീവിക്കാൻ അവസരം നൽകിക്കൊണ്ട് ഇസ്ലാം ഉയർത്തിപ്പിടിച്ച മഹനീയമായ ഒരു മാതൃക ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. ജൂതന്മാരെ പോലും ക്രിസ്തുവർഷം 1492 മുസ്ലിങ്ങൾ 800 വർഷക്കാലം ഭരിച്ച സ്പെയിൻ മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടപ്പോൾ, ആ സ്പെയിൻ ക്രിസ്ത്യാനികൾ പിടിച്ചടക്കിയപ്പോൾ ജൂതന്മാർ മുസ്ലിങ്ങളോടൊപ്പം സ്പെയിനിൽ നിന്ന് പലായനം ചെയ്തു എന്നാണ് ചരിത്രം. കാരണം മുസ്ലിങ്ങൾ എവിടെയാണോ ജീവിക്കുന്നത് അവിടെയാണ് ഞങ്ങൾക്ക് സമാധാനവും ശാന്തിയും ലഭിക്കുക എന്നവർ മനസ്സിലാക്കി. തുർക്കി സുൽത്താൻ അദ്ദേഹം അയച്ചു കൊടുത്ത കപ്പലിൽ കയറി 20,000-ഓളം ജൂതന്മാർ 1492 മുസ്ലിങ്ങളോടൊപ്പം മൊറോക്കോവിലേക്കും വടക്കേ ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിലേക്കും പലായനം ചെയ്തു എന്ന് ചരിത്രം നമ്മോട് പറയുന്നു. അപ്പോൾ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക മതവിഭാഗത്തോടുള്ള വിദ്വേഷം മുസ്ലിങ്ങളുടെ അജണ്ടയിലില്ല. എന്നാൽ ഇന്ന് ഒരു പ്രത്യേക മതത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വംശീയമായ ചില പ്രസ്ഥാനങ്ങൾ, സയനിസം പോലെയുള്ള പ്രസ്ഥാനങ്ങൾ രൂപം കൊള്ളുകയും ആ പ്രസ്ഥാനങ്ങളും അവയെ പിന്തുണക്കുന്ന സാമ്രാജ്യത്വ ശക്തികളും ഇസ്ലാമിനെ ലോകത്തിന്റെ ഏറ്റവും വലിയ ഒരു ഭീഷണിയായി, ഒരു വില്ലൻ കഥാപാത്രമായി ചിത്രീകരിച്ചുകൊണ്ട് മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും നശിപ്പിക്കുക എന്നൊരു അജണ്ടയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അമേരിക്കക്കും ഇസ്രയേലിനും മുസ്ലിങ്ങളോട് ദേഷ്യമില്ല. അവർക്ക് വിദ്വേഷം അവരുടെ താല്പര്യങ്ങൾ ഇതുമായി എതിരിടുന്ന ആളുകളോട് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, മുസ്ലിങ്ങളോട് അവർക്ക് പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുപോലെയുള്ള യുദ്ധങ്ങളെ ലളിതവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ മതേതര പാർട്ടികൾ നടത്തുന്നുണ്ട്. മുസ്ലിങ്ങളിൽ ചിലരും അത് ഏറ്റുപിടിക്കുന്നുണ്ട്. മുസ്ലിങ്ങളോട് അവർക്ക് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല. കാരണം എന്താ, അമേരിക്കയാണ് ഗൾഫ് രാജ്യങ്ങളിൽ സൈനിക സാന്നിധ്യം ഉറപ്പിക്കൊടുക്കുന്നത്, അതിനെ സംരക്ഷിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ, മുസ്ലിം നാടുകളിൽ ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നവർ ഇവരാണ് എന്ന്. ഇവിടെയാണ് വിശുദ്ധ ഖുർആനിന്റെ ഈ വാക്ക് വളരെ പ്രസക്തമായി തീരുന്നത്. ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ മസ്ജിദുൽ അഖ്സയുടെ പരിസരങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളെ ആട്ടിയോടിച്ചുകൊണ്ട്, അറബികളെയും മുസ്ലിങ്ങളെയും ആട്ടിയോടിച്ചുകൊണ്ട് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു ഭീകര രാഷ്ട്രം സ്ഥാപിതമായപ്പോൾ ആ രാഷ്ട്രത്തെ സ്ഥാപിക്കാൻ വേണ്ടി പണിയെടുത്തവരുണ്ട്. അവരാണ് ഇന്നും ആ രാഷ്ട്രത്തെ പിന്തുണക്കുന്നത്. ഇസ്രയേൽ കിരാതമായ വംശഹത്യക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ അതിനെതിരെയുള്ള ഒരു പ്രമേയം പോലും പാസാക്കിയെടുക്കാൻ ലോക രാഷ്ട്രങ്ങളുടെ പൊതുവേദിക്ക് സാധ്യമല്ലാത്ത ഒരു പശ്ചാത്തലത്തിലാണ് നാം ജീവിക്കുന്നത്. ഇത്തരം ഒരു പശ്ചാത്തലത്തിലാണ് മുസ്ലിങ്ങൾ സ്വന്തത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകണം. മുസ്ലിങ്ങൾ ആദർശപരമായി ഇസ്ലാമിനോടും മുസ്ലിം സമൂഹത്തോടും ശാസ്ത്രവ മനോഭാവം വെച്ച് പുലർത്തുന്നവരെ ആത്മമിത്രങ്ങളായി സ്വീകരിച്ചിട്ട് അവര് നമ്മളെ രക്ഷിച്ചുകൊള്ളുമെന്ന് കരുതി അവർക്ക് നമ്മുടെ സൈനിക സന്നാഹങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട്, നമ്മുടെ രാഷ്ട്രങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, നമ്മുടെ പെട്രോളുകൾ കുഴിച്ചെടുക്കാനുള്ള അനുമതി പത്രം നൽകിക്കൊണ്ട്, നമ്മുടെ നാട്ടിലുള്ള സാങ്കേതികവും അതുപോലെ എല്ലാവിധ സംവിധാനങ്ങളും നോക്കി നടത്താനുള്ള ചുമതലകൾ ഏൽപ്പിച്ചുകൊണ്ട് മുസ്ലിം സമുദായം ജീവിക്കുന്നു എന്നതാണ് മുസ്ലിം സമൂഹം ഇന്ന് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അപരാധം.
ഈ അപരാധത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. മുസ്ലിങ്ങൾക്ക് അത് പാടില്ല. നിങ്ങളിൽപ്പെട്ടവരല്ലാത്തവരെ നിങ്ങളുടെ ഉള്ളുകള്ളികൾ അറിയുന്ന, നിങ്ങളുടെ രഹസ്യങ്ങൾ അറിയുന്ന ആത്മമിത്രങ്ങളാക്കാൻ പാടില്ല എന്നും, നിങ്ങൾക്കെതിരെയുള്ള സർവാവസരങ്ങളും ഉപയോഗപ്പെടുത്താൻ തക്കം പാർത്തിരിക്കുന്നവരാണ് അവരെന്നും, നിങ്ങൾക്ക് വിഷമമുണ്ടാകുമ്പോൾ സന്തോഷിക്കുകയും നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുമ്പോൾ ദുഃഖിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് അവരുടെ നിലപാട് എന്നും പറയുമ്പോൾ, ഈ നിലപാടാണ് ഇന്ന് ലോകത്തുള്ള പല മുസ്ലിങ്ങളും വിശുദ്ധ ഖുർആനിന്റെ ഈ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ് മുസ്ലിം രാഷ്ട്രങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ നിലപാട് തിരുത്തിക്കൊണ്ട് മാത്രമേ ഇസ്ലാമിക സമൂഹത്തിന് അവർ അനുഭവിക്കുന്ന വേദനകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വേദനകളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും ആലോചിക്കുമ്പോൾ ഈ നിലപാട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇതൊരു അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും മാത്രം പ്രശ്നമല്ല. നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളവും മുസ്ലിങ്ങളോട് ശാസ്ത്രവ മനോഭാവം വെച്ച് പുലർത്തുകയും ഇസ്ലാമിലേക്ക് ആളുകൾ വരുന്നത് കാണുമ്പോൾ, ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നത് കാണുമ്പോൾ ബേജാറാവുകയും അതിനെ വലിയൊരു പ്രശ്നമാക്കി അവതരിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ഭീകരന്മാരായിട്ട് ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് സംഘങ്ങളും പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവരെയൊന്നും ആത്മമിത്രങ്ങളായി സ്വീകരിച്ചിട്ട്, നമ്മുടെ രഹസ്യങ്ങളൊക്കെ അറിയുന്നവരായി സ്വീകരിച്ചിട്ട് അവരെയൊക്കെ നമ്മുടെ കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന്റെ കാര്യങ്ങൾ ഭദ്രമാക്കാമെന്ന് നമ്മൾ ആരെങ്കിലും ധരിക്കുന്നുവെങ്കിൽ അത്തരം സർവ്വധാരണകളെയും തിരുത്തിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഈ വാക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. തീർന്നില്ല, വിശുദ്ധ ഖുർആനിൽ ഇതുപോലെയുള്ള ഒരുപാട് വചനങ്ങൾ കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ. നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങൾ യഹൂദികളെയും ക്രിസ്ത്യാനികളെയും നിങ്ങളുടെ കൈകാര്യകർത്താക്കളായി സ്വീകരിക്കാൻ പാടില്ല. കാരണം അവരെ സംബന്ധിച്ച് പറയാണ്, ബഅലുഹും ഔലിയാഉ ബഅലിൻ, അവർ പരസ്പരം ആത്മമിത്രങ്ങളാണ്, അവർ പരസ്പരം സഹായിക്കും നിങ്ങൾക്കെതിരെ. വമൻ യതവല്ലഹും മിൻകും ഫഇന്നഹു മിൻഹും, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും അവരെ ആത്മമിത്രങ്ങളായി സ്വീകരിച്ചിട്ട്, ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു യഹൂദിയെയും ക്രിസ്ത്യാനിയെയും കുറിച്ചല്ല ഖുർആൻ പറയുന്നത്, ഇസ്ലാമിനോട് ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തിയ വിഭാഗം, അങ്ങനെയുള്ള യഹൂദികളെ കുറിച്ചും ക്രിസ്ത്യാനികളെ കുറിച്ചുമാണ് പറയുന്നത്. അവരെ നിങ്ങൾ ആത്മമിത്രങ്ങളായി സ്വീകരിക്കരുത്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും അവൻ ആത്മമിത്രങ്ങളായി സ്വീകരിക്കുകയാണ് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഫഇന്നഹു മിൻഹും, അവൻ അവരിൽപ്പെട്ടവനാണ്, ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമികളായ ഒരു ജനതയും രക്ഷിക്കുകയില്ല. ഫലസ്തീനിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ ഫലസ്തീനിൽ ഈ ഭീകരമായ ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടതിൽ മുസ്ലിം സമൂഹത്തിന്റെ ഇതുപോലെയുള്ള സമീപനങ്ങൾ കാരണമായിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണം. 1948 ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം വെട്ടിമുറിച്ച് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം സ്ഥാപിതമാവുകയും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും റഷ്യയുടെയും എല്ലാ രാഷ്ട്രങ്ങളുടെയും ഒത്താശയോടുകൂടി ജൂതന്മാരെ കുടിയിറക്കുകയും ചെയ്തപ്പോൾ, അങ്ങനെ കുടിയേറ്റക്കാർ പിന്നീട് പരിസര പ്രദേശങ്ങളിൽ മുഴുവനും തന്നെ ഭീകരപ്രവർത്തനം നടത്തിയിട്ട് മുസ്ലിങ്ങളുടെ വീടുകളും അതുപോലെ തന്നെ കൃഷിയിടങ്ങളും പണിശാലകളും അവരുടെ സർവ്വവും പിടിച്ചെടുത്തുകൊണ്ട് ഒരു ഭീകരമായ രാഷ്ട്രം സ്ഥാപിച്ചപ്പോൾ അതിനെതിരെയുള്ള സമരം മുസ്ലിങ്ങൾ നടത്തിയിട്ടുണ്ട്. 1948 ചരിത്രപ്രസിദ്ധമായ ഫലസ്തീൻ വിമോചന സമരം നടന്നു. ആ ഫലസ്തീൻ വിമോചന സമരത്തിന്റെ മുന്നണി പോരാളികൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഇസ്ലാമിക മുന്നേറ്റ പ്രസ്ഥാനം എന്ന് പറയുന്ന അൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ ആയിരുന്നു. 1948 ഈജിപ്തിൽ ശക്തി പ്രാപിച്ച അൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ ഫലസ്തീൻ വിമോചന പോരാളികളായി യുദ്ധം ചെയ്തു. ആ അൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ത് സംഭവിച്ചു? മുസ്ലിങ്ങളിൽ തന്നെ പെട്ട ഫാറൂഖ് രാജാവിനെ പോലെയുള്ള ജൂതന്മാരെയും സൈനിസ്റ്റുകളെയും അമേരിക്കയെയും ആത്മമിത്രങ്ങളായി സ്വീകരിച്ച ഒറ്റുകാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഭീകരമായി ഈജിപ്തിലെ ഭരണകൂടം നേരിട്ടു. മുസ്ലിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, മുസ്ലിങ്ങളിൽപ്പെട്ട ഒറ്റുകാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാമ്രാജ്യത്വ ശക്തികൾ ഫലസ്തീൻ വിമോചന സമരവുമായി മുന്നോട്ട് പോയ അൽ ഇഖ്വാൻ നടത്തിയ ചരിത്രപ്രസിദ്ധമായ യുദ്ധം അത് വിജയത്തിന്റെ വക്കീലായിരുന്നു. മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിക്ക് സാധിച്ചതുപോലെയുള്ള ചരിത്രപ്രസിദ്ധമായ ആ മുന്നേറ്റത്തെ ഭരണകൂടത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാമ്രാജ്യത്വ ശക്തികൾ തടുത്തു നിർത്തുക മാത്രമല്ല, പിന്നീട് അതേ ഭരണകൂടം തന്നെ
10,000-കണക്കിന് ഇസ്ലാമിക പ്രവർത്തകരെ ജയിലിലടച്ചുകൊണ്ടും തൂക്കിക്കൊന്നുകൊണ്ടും സയനിസത്തോടും സാമ്രാജ്യത്വത്തോടുമുള്ള ദാസ്യവായന ചെയ്തു എന്നാണ് ചരിത്രം നമ്മോട് പറയുന്നത്. അതിനുശേഷം ഫലസ്തീൻ വിമോചന യുദ്ധമുണ്ടായി. ചരിത്രപ്രസിദ്ധമായ 67 യുദ്ധത്തിൽ അറബികൾ യുദ്ധം നടത്തി. യുദ്ധവിമാനങ്ങളൊന്നും തന്നെ ആകാശത്തേക്ക് പറന്നുയർന്നില്ല. പറന്നുയരുന്നതിന് മുമ്പ് ഇസ്രയേൽ യുദ്ധവിമാനങ്ങളെ തകർത്ത് തരിപ്പണമാക്കി. കാരണം യുദ്ധം ചെയ്യുന്നവരാരാ? ഇസ്ലാമിന് വേണ്ടിയായിരുന്നു അവർ യുദ്ധം ചെയ്തത്, അറബ് ദേശീയതയ്ക്ക് വേണ്ടി. സാമ്രാജ്യത്വ ശക്തികളുടെ തന്നെ പിൻബലവും ഒത്താശയോടും കൂടി അങ്ങനെ യുദ്ധം ചെയ്തവർ ഒരു ഭാഗത്ത് ഇസ്ലാമിസ്റ്റുകളെ ഭീകരമായി വേട്ടയാടുകയും മറുഭാഗത്ത് ഫലസ്തീനിനു വേണ്ടി ശബ്ദിക്കുകയും ചെയ്ത നേതാക്കന്മാരുടെ യുദ്ധവിമാനങ്ങൾ പോലും പറന്നുയർന്നില്ല. അതിനു മുമ്പ് തന്നെ ആ യുദ്ധവിമാനങ്ങൾ തകർന്ന് തരിപ്പണമായി. 6 ദിവസവും 6 മണിക്കൂറും ഒക്കെ നീണ്ടുനിന്ന യുദ്ധമെന്ന് ചരിത്രത്തിൽ പരിഹസിക്കപ്പെടുന്ന യുദ്ധമാണ് ആ യുദ്ധം. ഈജിപ്തിന്റെയും ജോർഡാനിന്റെയും സിറിയയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന ആ യുദ്ധത്തിൽ ഫലസ്തീന് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. കാരണം അവർ ഒരു ഭാഗത്ത് ഫലസ്തീനു വേണ്ടി സംസാരിച്ചു, അതൊരു ഇസ്ലാമിക പ്രശ്നമാണ് എന്നും മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട ചരിത്രപരമായ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം അതിനെ അറബികളുടെ ഒരു ദേശീയ വിഷയമാക്കി മാറ്റിയെടുക്കുകയും ചില നേതാക്കന്മാർക്ക് ഞങ്ങളും മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്താൻ വേണ്ടി അത് ഉപയോഗിക്കുകയും ചെയ്തതോടുകൂടിയാണ് ആ യുദ്ധത്തിൽ അവർ തകർന്നുപോയത്. പിന്നീട് ഒരിക്കലും തന്നെ അറബികൾക്ക് ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശം തിരിച്ചു പിടിക്കാൻ സാധിച്ചില്ല. കാരണം ഒരു ഭാഗത്ത് ആത്മമിത്രങ്ങളായി ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളെ സ്വീകരിക്കുകയും അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയും എന്നിട്ട് മുസ്ലിങ്ങളിൽ തന്നെയുള്ള ഇസ്ലാമിനോട് പ്രതിബദ്ധതയുള്ള ആളുകൾ ഒറ്റുകൊടുക്കുകയും ചെയ്യുന്ന സമീപനമാണ് മുസ്ലിം ഭരണകൂടങ്ങൾ അനുവർത്തിച്ചത്. ഇന്നും ഫലസ്തീനിൽ ആ സമീപനം തന്നെയാണ് തുടരുന്നത്. ഫലസ്തീനിലെ ചരിത്രപ്രസിദ്ധമായ വർത്തമാനകാലത്തെ ഫലസ്തീൻ വിമോചന സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന അൽ ഹറക്കത്തുൽ മുഖാവമത്തുൽ ഇസ്ലാമിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇസ്ലാമിനോട് മാത്രം പ്രതിബദ്ധതയില്ല, യാതൊരുവിധ സാമ്രാജ്യത്വത്തോട് അതിശക്തമായി പോരാടാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തെ ഫലസ്തീൻ പ്രസിഡന്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒറ്റുകൊടുക്കുന്നു. ഈജിപ്ത്യൻ പ്രസിഡന്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒറ്റുകൊടുക്കുന്നു. ഈജിപ്ത്യൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഫലസ്തീനിലെ ഒരുപാട് ചെറുപ്പക്കാരെ ഈജിപ്തിൽ അവർ പരിശീലനം കൊടുക്കുകയാണ്. ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയല്ല, മറിച്ച് ഫലസ്തീനിൽ അതിശക്തമായി ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഇൻതിഫാല എന്ന് പറയുന്ന ഇസ്രയേൽ വിരുദ്ധ ഉയർത്തെഴുന്നേൽപ്പിനെ നശിപ്പിക്കാൻ വേണ്ടി, ആ ഉയർത്തെഴുന്നേൽപ്പിനെ നേതൃത്വം കൊടുക്കുന്ന ഹമാസിന്റെ പോരാളികളെ തെരഞ്ഞുപിടിച്ചു വധിക്കാൻ വേണ്ടി, അവരെ നശിപ്പിക്കാൻ വേണ്ടിയാണ് മുസ്ലിം രാജ്യത്തിന്റെ സ്ഥിരാകേന്ദ്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈജിപ്തിന്റെ മണ്ണിൽ അവിടെയുള്ള ഭരണകൂടങ്ങൾ ഫലസ്തീനിലെ തന്നെ കുറെ ചെറുപ്പക്കാരെ വില കൊടുത്തു വാങ്ങിക്കൊണ്ട് പരിശീലനം കൊടുക്കുന്നത്. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഇത്തരമൊരവസ്ഥയിൽ നമ്മെപ്പോലെയുള്ള മുസ്ലിങ്ങൾ സ്വീകരിക്കേണ്ട സമീപനം എന്താണ്? അതാണ് പ്രശ്നം. ഇത്തരമൊരവസ്ഥയിൽ നമ്മുടെ സമൂഹത്തിന്റെ ചർച്ച എന്താണ്? ഫലസ്തീനിൽ കഴിഞ്ഞ വർഷം വളരെ ചരിത്രപ്രസിദ്ധമായ മറ്റൊരു യുദ്ധമുണ്ടായി. ഹിസ്ബുല്ല എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ നേതൃത്വത്തിലുണ്ടായ യുദ്ധം. ആ യുദ്ധത്തിൽ ഇസ്രയേൽ തകർന്നു. ഇസ്രയേലിന് ആ യുദ്ധത്തിൽ ജയിക്കാൻ സാധിച്ചില്ല. ഭരണകൂടങ്ങൾ ചെയ്ത യുദ്ധത്തിൽ ഭരണകൂടങ്ങൾ പരാജയപ്പെടുകയും എന്നാൽ വിശ്വാസം മാത്രം കൈമുതലാക്കിക്കൊണ്ട് ഒരു സംഘം സാധാരണക്കാരായ മനുഷ്യർ നയിച്ച യുദ്ധത്തിൽ അവർ വിജയിക്കുകയും ചെയ്തു എന്ന് ചരിത്രം നമ്മോട് പറയുന്നു. ഇവിടെയാണ് വിശുദ്ധ ഖുർആനിന്റെ ചില വാക്കുകൾ വളരെ പ്രസക്തമായി തീരുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. വിശ്വാസിച്ചവരെ, നിങ്ങൾ ദീനിൽ നിന്ന് പുറത്തു പോവുകയാണ് എങ്കിൽ അള്ളാഹുവിന്റെ വലിയ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ആരെങ്കിലും ദീൻ വിട്ടോടുകയാണ് എങ്കിൽ, ഇസ്ലാം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് എങ്ങോട്ടെങ്കിലും സഞ്ചരിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിന്റെ വലിയ പ്രശ്നമൊന്നുമില്ല. അള്ളാഹു നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു വിഭാഗത്തെ കൊണ്ടുവരും. എങ്ങനെയുള്ള വിഭാഗം? യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. അവരെ അള്ളാഹു ഇഷ്ടപ്പെടും, അള്ളാഹു അവരെയും ഇഷ്ടപ്പെടും. അദില്ലത്തിൻ അലൽ മുഅ്മിനീന അഇസ്സത്തിൻ അലൽ കാഫിരീൻ. വിശ്വാസികളോട് വളരെ അധികം താഴ്മയോടുകൂടി വർത്തിക്കുകയും നിഷേധികളോട്, ധിക്കാരികളോട്, ഇസ്ലാമിനോട് ശാസ്ത്രവ മനോഭാവം വെച്ച് പുലർത്തുന്നവരോട് വളരെ ധീരമായ സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ അല്ലാഹു കൊണ്ടുവരും. ആ വിഭാഗത്തിന്റെ പ്രത്യേകത, അവർ യുജാഹിദൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സമരം ചെയ്യും. വലാ യഖാഫൂന ലൗമത്ത ലായിമിൻ, ആരുടെയും ആക്ഷേപങ്ങളെ അവർ ഭയപ്പെടുകയില്ല.
കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആരുടെയും ആക്ഷേപത്തെ ഭയപ്പെടാതെ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട് നിഷേധികളോട് കർക്കശ സമീപനം സ്വീകരിക്കുകയും ഇസ്ലാമിന്റെ ശത്രുക്കളോട് കർക്കശ സമീപനം സ്വീകരിക്കുകയും വിശ്വാസികളോട് വളരെ ദയാവായ്പാർന്ന സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ അള്ളാഹു കൊണ്ടുവരുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അറബ് ഭരണാധികാരികൾ യുദ്ധം ചെയ്ത് തങ്ങൾ വലിയവരാണ് എന്ന് തെളിയിക്കാൻ കാണിച്ച യുദ്ധത്തിൽ 6 മണിക്കൂർ പോലും നീണ്ടു നിൽക്കാത്ത യുദ്ധത്തിൽ യുദ്ധവിമാനങ്ങൾ പറന്നുയരുന്നതിന്റെ മുമ്പ് തന്നെ അറബ് ഭരണാധികാരികൾ തകർന്ന് തരിപ്പണമായ യുദ്ധം. ഇതാണ് ഫലസ്തീനിന്റെ കഴിഞ്ഞകാല യുദ്ധം. അങ്ങനെയുള്ള പരാജയപ്പെട്ട യുദ്ധങ്ങളുടെ ചരിത്രം പറയുന്ന അതേ ഫലസ്തീനിലാണ് വിശ്വാസികളുടെ ഒരു ചെറിയ സംഘം കഴിഞ്ഞ വർഷം ഐതിഹാസികമായ ഒരു ചെറുത്തുനിൽപ്പിലൂടെ ഫലസ്തീനിനെ ഭീകരമായി വേട്ടയാടുന്ന ലബനാനിലേക്ക് കടന്നാക്രമണം നടത്തിയ ഇസ്രായേലിനെ ലബനാനിൽ നിന്ന് ആട്ടിയൊടിച്ചത്. ഐക്യരാഷ്ട്രസഭ ഇടപെട്ടു, എങ്ങനെയെങ്കിലും യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞിട്ട്. ഈ ഒരു അവസ്ഥ ചരിത്രത്തിൽ നമുക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ചരിത്രം ഇനിയും ആവർത്തിക്കപ്പെടണമെങ്കിൽ, ആ ചരിത്രം ഇനിയും ആവർത്തിക്കപ്പെടുമെന്ന് ഭയക്കുന്ന ഇസ്രയേലും അമേരിക്കയും തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ചെറുപ്പക്കാരെ ഫലസ്തീനിൽ നിന്ന് ഈജിപ്തിൽ കൊണ്ടുപോയി പരിശീലനം കൊടുത്തിട്ട് അവരോട് ഫലസ്തീൻ വിമോചനത്തിന് വേണ്ടി പടപൊരുതുന്ന ഹമാസിന്റെ നേതാക്കന്മാരെ ഒറ്റുകൊടുക്കാൻ ആവശ്യപ്പെടുന്നത്. ഈ ഒരു സംഗതി കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരമൊരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ടായിരിക്കെ ഇവിടെയുള്ള ആളുകളുടെ പ്രശ്നം എന്താണ്? കഴിഞ്ഞ വർഷം യുദ്ധം ചെയ്തവർ ഷിയാക്കളാണ്, അതുകൊണ്ട് ഷിയാക്കൾ ഇസ്ലാമിന്റെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കേരളത്തിൽ വരെ ഒരുപാട് സംഘടനകൾ പ്രചാരണം നടത്തിയത്. നമ്മുടെ സൗദി അറേബ്യയിൽ നിന്ന് വന്ന ഫത്വ അങ്ങനെയാണ്. മുസ്ലിം സമൂഹത്തിന്റെ വീടും അവരുടെ കൃഷിയിടവും പള്ളികളും ഹോസ്പിറ്റലുകളും ഒക്കെ വെടിമരുന്നേറ്റുകിട്ട് മിസൈലുകൾ ഏറ്റുകൊണ്ട് കത്തിയെരിയുമ്പോൾ അവിടെ ഷിയ സുന്നി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവർ ഇസ്ലാമിസ്റ്റുകൾ, ഇവർ തീവ്രവാദം, ആ തീവ്രവാദത്തെ പരിശോധിപ്പിക്കുന്ന അതിനു വേണ്ടി സഹായം ചെയ്യുന്ന പ്രസ്ഥാനങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിങ്ങൾ തന്നെ മുസ്ലിങ്ങളെ ഒറ്റുകൊടുക്കാനുള്ള ശ്രമങ്ങൾ ലോകവ്യാപകമായി നടക്കുന്നു. ഇതൊരു ഫലസ്തീനിൽ മാത്രമല്ല, ഇത് ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഒന്നടങ്കം ഭരണകൂടങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പല സംഘങ്ങളും അത് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലും അത് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ചെറുപ്പക്കാരെ തീവ്രവാദികൾ, ഭീകരവാദികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഫാസിസ്റ്റുകളൊക്കെ പ്രചാരണം നടത്തുമ്പോൾ അതേ തീവ്രവാദത്തിന്റെ ഏജന്റുമാർ ഇവരാണ്. ഷഹീദ് ബന്നയാണ്, സയ്യിദ് കുത്തുബാണ്, അല്ലെങ്കിൽ ഈ നൂറ്റാണ്ടിലെ തന്നെ പ്രഗത്ഭരായ ചിന്തകന്മാരായ സയ്യിദ് അബുല്ലയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തീവ്രവാദം, ഭീകരവാദം എന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റുകൊടുക്കുന്ന പ്രവർത്തനങ്ങൾ മുസ്ലിം സമൂഹം തന്നെ നടത്തുകയാണ്. ഇസ്ലാമിനെ ഒറ്റുകൊടുത്തുകൊണ്ട് സാമ്രാജ്യത്വത്തിന് വേണ്ടി അല്ലെങ്കിൽ ഫാഷിസ്റ്റുകൾക്ക് വേണ്ടി ഇസ്ലാമിനെ ഈ സ്വഭാവത്തിൽ ഒറ്റുകൊടുക്കുന്ന സമീപനം മുസ്ലിങ്ങൾ അവസാനിപ്പിച്ചേ മതിയാകൂ. വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങളോട് പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു ആഹ്വാനമുണ്ട്. വിശ്വാസികളെ അത്തീഉല്ലാഹ വ റസൂല, നിങ്ങൾ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. വലാ തനാസഉ, നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. ഫതഫ്ശലു വതസ്ഹബ റീഹുക്കും, നിങ്ങൾ ഭിന്നിച്ചാൽ ഫതഫ്ശലു, നിങ്ങൾ ശിഥിലമായി പോകും. വതസ്ഹബ റീഹുക്കും, നിങ്ങളുടെ കാറ്റ് പോകും. നിങ്ങൾ ഒന്നിനും പറ്റാത്ത, ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത ദുർബല ജനവിഭാഗമായി മാറും. വസ്ബിറു ഇന്നല്ലാഹ മഅസ്സാബിരീൻ, നിങ്ങൾ സഹനം അവലംബിക്കുക, അല്ലാഹു സഹനം അവലംബിക്കുന്നവരോടൊപ്പമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. നമ്മുടെ ശത്രുക്കൾക്ക് ഈ ആയത്തിന്റെ അർത്ഥം നന്നായിട്ട് അറിയാം. മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കലാണ്, ഛിദ്രതയുണ്ടാക്കലാണ്. അങ്ങനെ മുസ്ലിങ്ങൾക്കിടയിൽ ഛിദ്രതയുണ്ടാക്കിക്കൊണ്ട് മുസ്ലിങ്ങളിൽ തന്നെയുള്ള ഒരു വിഭാഗത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിന് വേണ്ടി ആർജവത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കുന്ന സംഘങ്ങളെ നശിപ്പിക്കുക എന്നതാണ് ഏറ്റവും നല്ല തന്ത്രമെന്ന് നമ്മുടെ പ്രതിയോഗികൾക്കറിയാം. ആ തന്ത്രം നൂറ്റാണ്ടുകളായി ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫലസ്തീൻ പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോയത് അങ്ങനെയാണ്. തുർക്കി ഖിലാഫത്തിന് പരാജയമുണ്ടായപ്പോൾ തുർക്കി ഖലീഫമാർ മഹാന്മാരൊന്നുമായിരുന്നില്ല. അവരുടെ ഭരണകൂടത്തിന് ഒരുപാട് പോരായ്മകളുണ്ടായിരുന്നു. എങ്കിലും തുർക്കി ഖിലാഫത്ത് ബ്രിട്ടീഷുകാർ അതിനെ തകർത്തെറിഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ വരെ ഖിലാഫത്ത് പ്രക്ഷോഭം എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രക്ഷോഭം നടത്തി. പക്ഷെ അറബ് നാടുകളെ അറബികൾ സന്തോഷിക്കുകയായിരുന്നു. കാരണം എന്താ? തുർക്കികളാണ് ഇത്രയും കാലം ഭരിച്ചത്, തുർക്കികൾ അറബികളല്ല.
അറബികളല്ലാത്തവനാണ് തുർക്കി ഖിലാഫത്തിന്റെ നേതാക്കന്മാർ. അതുകൊണ്ട് അറബികൾക്ക് അവരോട് ശത്രുത. അവർ തുർക്കി ഖിലാഫത്തിനെ ബ്രിട്ടീഷുകാർ കടപിടക്കി എറിഞ്ഞപ്പോൾ അറബ് നാടുകളിൽ ആഹ്ലാദ നൃത്തമാണ് ഉണ്ടായത്. നമ്മുടെ ഇന്ത്യയിൽ വരെ അതിനോടുള്ള വേദനയിൽ നമ്മൾ പങ്കുചേർന്നപ്പോൾ ഇതാണ് സംഭവിച്ചത്. അറബ് ദേശീയതയുടെ പേരിലുള്ള ഭിന്നിപ്പ്, പിന്നെയാണ് സുന്നി ഷിയ എന്നൊക്കെയുള്ള ഭിന്നിപ്പ്. തീർച്ചയായും മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരുപാട് ദൗർബല്യങ്ങളും പോരായ്മകളും ഉണ്ട്. വിശ്വാസകരമായ തകരാറുകൾ ഷിയാക്കളിൽ ഒരുപാട് വിഭാഗങ്ങൾക്കുണ്ട്, സുന്നികളിലും ഒരുപാട് വിഭാഗങ്ങൾക്കുണ്ട്. ഈ തകരാറുകളൊക്കെ നമ്മൾ ഉത്ബോധനങ്ങളിലൂടെയും അതുപോലത്തെ നിർദ്ദേശങ്ങളിലൂടെയും പരിഹരിക്കാൻ ശ്രമിക്കണം. ശത്രു വെടിക്കോപ്പുമായി, മിസൈലുമായി, അപ്പാച്ചെ ഹെലികോപ്റ്ററുകളും F-16 യുദ്ധവിമാനങ്ങളുമായി മുസ്ലിം സമൂഹത്തെ നേരെ വരുമ്പോൾ അവൻ ഷിയാണ്, ഇവൻ സുന്നിയാണ്, ഇവൻ അറബിയാണ്, അവൻ തുർക്കിയാണ്, ഇവൻ ഇന്ത്യക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ ശിഥിലമാക്കുന്ന പ്രവർത്തനങ്ങൾ, ഈ ശൈഥില്യത്തിൻ്റെതായ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കൂടി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ വിട്ടുനിന്നുകൊണ്ട് ഇസ്ലാമിനോട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതില്ലത്തിൻ അലൽ മുഅ്മിനീന, വിശ്വാസികളോട് താഴ്മയുള്ള, കൃപയുള്ള, അവരോട് സ്നേഹമുള്ള, ലോകത്തെവിടെയും വേദന അനുഭവിക്കുന്ന വിശ്വാസികളുടെ വേദനയിൽ പങ്കുചേരുന്ന ഒരു വിഭാഗം. കാഫിരീൻ, വിശ്വാസികൾക്കെതിരായ നിലപാടുകൾ സ്വീകരിക്കുന്ന ശക്തികൾ അവരാരായിരുന്നാലും അവരോട് കടുത്ത സമീപനം സ്വീകരിക്കുന്ന, ആരുടെയും ആക്ഷേപത്തെ ആരുടെയും ആക്ഷേപത്തെ ഭയപ്പെടാതെ, മാധ്യമങ്ങളുടെ ആക്ഷേപത്തെ ഭയപ്പെടാതെ, TV ചാനലുകാരന്റെ അവതരണങ്ങളെ ഭയപ്പെടാതെ, അമേരിക്കയുടെയും സയനിസ്റ്റുകളുടെയും ലോക രാഷ്ട്രങ്ങളുടെ ഭരണാധികാരികളുടെ വിരട്ടലിനെ ഭയപ്പെടാതെ നീതിയുടെ പക്ഷം ചേരുന്ന ഒരു സമുദായം, ആ ഒരു സമുദായം എന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ സമുദായം തിരിച്ചു പോകേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇതുപോലെയുള്ള കടുത്ത പരീക്ഷണങ്ങൾ പോലും നമ്മുടെ സമുദായത്തിന് തിരിച്ചറിവുകൾ നൽകുന്ന പരീക്ഷണങ്ങളായി മാറേണ്ടതുണ്ട്. ഇവിടെയും തീർന്നില്ല. ഇങ്ങനെയുള്ള പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നമ്മുടെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഈ സ്വഭാവത്തിലുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലുള്ള സമീപനം സ്വീകരിക്കാൻ തീർച്ചയായും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഫലസ്തീന്റെ പ്രശ്നം അത് ഏതോ ഒരാളുടെ പ്രശ്നമായി കണക്കാക്കുന്നതിന് പകരം ഇത് നമ്മുടെ പ്രശ്നമാണ് എന്നും, നമ്മുടെ സമുദായത്തിലെ ഉമറാക്കന്മാരും സമുദായത്തിലെ ഉലമാക്കന്മാരും നേതാക്കന്മാരും പണ്ഡിതന്മാരും ഒക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെയുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നതിന് പകരം ശാസ്ത്രവ മനോഭാവം വെച്ചു പുലർത്തുന്നവരോടൊപ്പം ചേർന്നുകൊണ്ട് നമ്മുടെ സമുദായത്തെ തന്നെ ഒറ്റുകൊടുക്കുന്ന ഒരുപാട് സമീപനങ്ങളുടെ അനന്തരഫലമാണ് എന്നും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് കഴിഞ്ഞ ആഴ്ച ഓതിവെച്ച ആയത്തിലൊരു വാക്ക് വളരെ പ്രസക്തമായി തീരുന്നത്. ജൂതന്മാരോട് അവരെവിടെയായിരുന്നാലും അവർ അല്ലാഹുവിന്റെ ശാപത്തിനും നിന്ദതക്കും വിധേയരാണ് എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹുവിങ്കിൽ നിന്നോ ജനങ്ങളിൽ നിന്നോ സഹായം, ഒരു അവലംബമുണ്ടെങ്കിൽ ഒഴികെ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മിൽ നിന്ന് തന്നെയുള്ള അവലംബം അവർക്ക് ലഭിക്കുന്നു എന്നതാണ് പ്രശ്നം. ഈ പ്രശ്നത്തെ നേരിടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് ലോകത്തുള്ള മുസ്ലിം പണ്ഡിതന്മാർ ഫലസ്തീനിനോടും മുസ്ലിങ്ങളോടും ശാസ്ത്രവ മനോഭാവം വെച്ച് പുലർത്തുന്നവരോടുള്ള എതിർപ്പ് മുസ്ലിങ്ങൾ പ്രകടിപ്പിക്കണമെന്നും സാധ്യമായ പ്രതികരണങ്ങളിലൂടെ ബഹിഷ്കരണം പോലെയുള്ള സമരപരിപാടികളെങ്കിലും സ്വീകരിച്ചുകൊണ്ട് ആ എതിർപ്പിന് മൂർച്ച കൂട്ടണമെന്നുമുള്ള വിശ്വാസികളുടെ നേതാക്കന്മാരായി അറിയപ്പെടുന്ന, ഭരണമില്ലാത്ത, ചെങ്കോലില്ലാത്ത, എന്നാൽ വിശ്വാസം മാത്രം കൈമുതലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാരുടെ ഫത്വകളും നിർദ്ദേശങ്ങളും പ്രസക്തമായി തീരുന്നത്. ഈ ഫത്വകളും നിർദ്ദേശങ്ങളും ഒക്കെ ഏറ്റെടുക്കാൻ കൂടി നമ്മൾ സന്മനസ് കാണിക്കേണ്ടതുണ്ട്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.